ഒന്നും നിനക്കൊന്നും ഇവിടെ ഒരുത്തനും പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നില്ല. ആർക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചാലും ഉടനെ നമ്മൾ തള്ളിപ്പിടിച്ചുകൊണ്ട് പോകുന്നൊരു സ്ഥലമാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അത് വലിയ ആക്സിഡൻറ്റെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ നേരെ മെഡിക്കൽ കോളേജിലോട്ടായിരിക്കും പോകുന്നത്. മുഖത്തൊക്കെ എന്തെങ്കിലും കീറലൊക്കെയായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തച്ച് വെക്കുന്ന വെപ്പിന് ഹെഡ് ബോർഡ് തച്ച് വെക്കുന്ന രീതിയിലായിരിക്കും തച്ച് വെക്കുന്നത്. പിന്നെ ജമ്മത്ത് കണ്ണാടി പോലും നോക്കാൻ തോന്നില്ല. അപ്പോൾ ആ ഒരു പരിപാടി നമ്മൾ ആദ്യം നിർത്തണം. പിന്നെ ആരും ബുങ്കുതനുണ്ണി അസോസിയേറ്റ് സിനിമയൊക്കെ നിങ്ങൾ കണ്ടാലും ഈ ഹോസ്പിറ്റലിലെ എല്ലാ കേസും എനിക്ക് മോണോപ്പൊളി അത് വേണ്ട. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചട്ടാണ്. നിങ്ങൾ അവിടെ ചെന്ന് ആക്സിഡൻറ്റ് കേസായിട്ട് OP ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ പല പ്രമുഖരായ വക്കീലുകൾക്കും നിങ്ങളുടെ നമ്പറും കാര്യങ്ങളൊക്കെ പോവും. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് എങ്കിൽ മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട് ഫണ്ടൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും. അല്ല നിങ്ങളിപ്പോൾ എന്തെന്ന് പറഞ്ഞ് എന്നാലും ജസ്റ്റ് പ്ലാസ്റ്ററൊക്കെ ഇട്ട് തന്നു വിടും. ഒരു 4-5 മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സത്യാവസ്ഥയിലോട്ട് മനസ്സിലായി തുടങ്ങും അവിടെ പോയിട്ട് കാര്യമില്ലെന്ന്. അപ്പോൾ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോകാതെ നല്ലൊരു പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയിട്ട് ചികിത്സിക്കണം. ഇപ്പോൾ എല്ലാവരും ഫണ്ട് നോക്കിയാണ് ഈ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ആദ്യമേ കൊണ്ടുപോയി കഴിഞ്ഞാൽ 19,000 രൂപയ്ക്ക് തീരാവുന്ന പരിപാടിയാണ് ഇങ്ങനെ കുറേ നാൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയി അതിൻ്റെ ബാക്കിൽ നിന്ന് നടന്നിട്ട് പിന്നെ നമ്മൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മളെ ചികിത്സിക്കുകയാണെങ്കിൽ നമുക്കൊരു നിങ്ങൾ കഴിയുന്ന ഒരു 3-3.5 ലക്ഷം രൂപ എന്തായാലും പൊട്ടും. അപ്പോൾ ഈ ഒരു പൈസ നോക്കി പോകാതിൻ്റെ കാര്യമൊന്നുമില്ല. നമ്മളെല്ലാവരും അത്ര കയ്യിൽ പൈസയൊന്നും കാണില്ല. എങ്കിലും ഒരു 4 മാസം പണിക്ക് പോയിരിക്കുന്ന പൈസ, പിന്നെ ആ 4 മാസം കഴിഞ്ഞ് പിന്നെയും നമ്മൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ട് അവിടെ കൊടുക്കുന്ന പൈസ എല്ലാം കൂടെ കണക്കൂട്ടി നോക്കി പിന്നെ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഈ കാലിനൊക്കെ ഡാമേജ് ഉണ്ട് നടക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ പോവുക. ചിലവന്മാർ ഈ 10,000-നും 20,000-നും ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മളിരുന്ന് കിണിക്കും. പക്ഷേ ആക്സിഡൻ്റൊക്കെ നടന്ന് പണി കിട്ടിയെന്ന് മനസ്സിലാകുമ്പോഴത്തേക്ക് അവന്മാർ ചിരിക്കും. ഈ കളിയൊക്കെ ആയിരുന്നു നമ്മളൊക്കെ അതേ കണക്കിരുന്ന് കരയും. അപ്പോൾ മാക്സിമം എന്തെങ്കിലും ഇൻഷുറൻസ് ഒക്കെ എടുത്തൊക്കെയായിട്ട് നോക്കണം. ഞാൻ ഇപ്പോൾ പണി കിട്ടുമ്പോഴത്തേക്ക് എല്ലാം കൂടെ അങ്ങ് കിട്ടും. ഫൈനാൻഷ്യൽ നിങ്ങൾ നല്ല രീതിക്ക് അങ്ങ് ഡൗൺ ആവും. ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇവിടെ ഒരുത്തനും പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നില്ല. എനിക്ക് പേഴ്സണലായിട്ടൊരു എക്സ്പീരിയൻസ് കിട്ടിയോണ്ട് മാത്രമാണ് ഇതൊക്കെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്ക് ആർക്കെങ്കിലൊക്കെ എപ്പോഴെങ്കിലും യൂസ് ആവും. പിന്നെ ഇതുവരെ ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. അവന്മാർ വീഡിയോ ഒന്ന് സേവ് ആക്കി വെച്ചിട്ട് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഇതൊന്നെടുത്ത് കണ്ട് നോക്കണം. സോ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഷെയറോട് ചെയ്തേക്ക്. വെൽക്കം ടു മുകുന്ദൻ അസോസിയേറ്റ്സ്.